മേഘവിസ്ഫോടനം, ക്ലൗഡ് ബസ്റ്റ് നമ്മളിങ്ങനെ അടുത്ത കാലത്തായി കേൾക്കുന്നൊരു വാക്കാണ്. ഈ തിരുവനന്തപുരത്തൊക്കെ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നു. പെട്ടെന്ന് വരുന്നു, വലിയ നാശം ഉണ്ടാക്കി പോകുന്ന തരം പ്രതിഭാസമാണ്. അതൊരു പുതിയ തരം പ്രതിഭാസമാണോ? അതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണോ? തിരിച്ചറിയാം, നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണോ? ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളിന് ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് അറിയേണ്ടത്. ആക്ച്വലി ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്ന സത്യത്തിൽ ഒരു പ്രതിഭാസം തന്നെയല്ല, നമ്മളൊരു മഴയുടെ അളവ് അനുസരിച്ച് വിളിക്കുന്നൊരു പേരാണ്. നമ്മൾ ഈ മേഘവിസ്ഫോടനം, ക്ലൗഡ് ബേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ വേറെന്തോ ഒരു സംഭവമാണെന്ന് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്യുന്ന സാഹചര്യത്തെയാണ് ക്ലൗഡ് ബേസ്റ്റ് എന്ന് വിളിക്കുക. അതായത് അതിതീവ്ര സ്വഭാവത്തിൽ മഴ പെയ്യുക. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, നമ്മൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുന്നത് സാധാരണഗതിയിൽ 24 മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 മില്ലിമീറ്റർ മഴ പെയ്യുമ്പോഴാണ്. നമ്മൾ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് 24 മണിക്കൂറിൽ 200 മില്ലിമീറ്റർ മഴ പെയ്യുമ്പോഴാണ് നമ്മൾ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്റർ മഴ അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ മഴ പെയ്തു പോകുന്നതിനാണ് നമ്മൾ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുക. ഇപ്പോൾ അതിന് ക്യുസാറ്റിലൊക്കെ ചില പഠനങ്ങളുടെ ഭാഗമായിട്ട് ഒരു പുതിയ വാക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്. കാലാവസ്ഥാ വകുപ്പ് ആ വാക്ക് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ മിനി ക്ലൗഡ് ബേസ്റ്റ്, ഒരു മണിക്കൂറിൽ 50 മില്ലിമീറ്റർ മഴ പെയ്യുന്ന സാഹചര്യം, അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിശക്തമായ രീതിയിൽ അല്ലെങ്കിൽ ഈ ശക്തവും അതിതീവ്രം എന്നൊക്കെ ഞങ്ങൾ പറയുന്നതിന് 2 തരത്തിലുണ്ട്. ഒന്ന്, 24 മണിക്കൂറിൽ പെയ്യുന്ന മഴയുടെ തോതനുസരിച്ച് നമ്മൾ അതിതീവ്ര മഴ എന്നൊക്കെ പറയും. എന്നാൽ ഇൻറ്റൻസിറ്റി വെച്ചുകൊണ്ട് പറയും, അതായത് ഒരു മണിക്കൂറിൽ പെയ്യുന്ന റേറ്റ്, മഴയുടെ റേറ്റ്. അപ്പോൾ അതാണ് ഈ ക്ലൗഡ് ബേസ്റ്റ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ മിനി ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 50 മില്ലിമീറ്റർ, ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്റർ പെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇത് ആക്ച്വലി പുതിയൊരു പ്രതിഭാസമല്ല, മുന്നേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ചുകൂടി ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിൽ. കാലാവസ്ഥാ വകുപ്പിന് 100 ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷൻ കാലാവസ്ഥാ വകുപ്പും KSTBയും കൂടി ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഴയുടെ ഓരോ മണിക്കൂറിലെയും വ്യതിയാനം എങ്ങനെയാണെന്ന് മനസ്സിലാവും. പിന്നെ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മൾ മുന്നേ തന്നെ ഉണ്ടാകുന്ന, അതായത് നമുക്ക് ഇടവപ്പാതിയിൽ ജീവിച്ചു വളർന്ന മനുഷ്യരാണ് മലയാളികൾ. ഇത് പുതിയ അനുഭവമല്ല നമുക്ക്. ഇടവപ്പാതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ മൺസൂൺ മഴ എന്ന സംബന്ധിച്ചിടത്തോളം സാധാരണ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നതിനേക്കാളും ചില വർഷങ്ങളിൽ കുറവ് മഴയാണ് നമുക്ക്. കഴിഞ്ഞ വർഷം നമുക്ക് കുറവ് മഴയാണ് കിട്ടിയത്. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കാൻ ചിലപ്പോൾ പ്രയാസപ്പെടും. കഴിഞ്ഞ വർഷം ഏറ്റവും കുറവ് മഴ ലഭിച്ച ജില്ലകളിലൊന്ന് വയനാട് ജില്ലയാണ്. വയനാട് ഇടുക്കി നമുക്ക് വളരെ മഴ കുറവായിരുന്നു കഴിഞ്ഞ വർഷം. അതായത് സാധാരണ ലഭിക്കുന്നതിനേക്കാളും മഴ കുറവ് ലഭിച്ച വർഷമായിരുന്നു. പക്ഷെ നമുക്കൊരു അപകടം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് മഴയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ടതിന് തുടർച്ചയായി 7 മഴ ദിനങ്ങൾ ഉണ്ടാകുന്നതിന് പകരം നമുക്ക് 2-3 മഴ ദിനങ്ങളാവുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് തുടർച്ചയായി വലിയ രീതിയിൽ മഴ പെയ്യുന്നു. അതിൽ തന്നെ വരുന്നൊരു മാറ്റം, ഈ ഒരു ദിവസത്തിൽ പെയ്യുന്ന മഴ തന്നെ വളരെ കുറച്ച് സമയം മാത്രം, കുറേ സമയം നീണ്ടു നിൽക്കുന്ന മഴയ്ക്ക് പകരം കുറച്ച് സമയം കൊണ്ട് മാത്രം മഴ പെയ്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇത്തരം മഴയാണ് നമുക്ക് ഈ ഫ്ലാഷ് ഫ്ലഡുകൾ ഉണ്ടാക്കും, മലവെള്ളപ്പാച്ചിൽ ഉണ്ടാക്കും. അതുപോലെ ഈ സിറ്റി ഏരിയകളിൽ, ലോ ലേയിങ് ഏരിയയിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് പോലുള്ള നഗരങ്ങൾ, പലപ്പോഴും നമ്മുടെ നഗരങ്ങളൊക്കെ പല കാരണങ്ങളാണ്, ചരിത്രപരമായ കാരണങ്ങളിൽ താഴ്ന്ന നഗരങ്ങളാണ്. ഇവിടങ്ങളിൽ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് 100 മില്ലിമീറ്റർ മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉറപ്പായും വെള്ളക്കെട്ട് രൂപപ്പെടും. കാരണം നമ്മുടെ ജലബഹിർഗമന മാർഗ്ഗങ്ങളൊന്നും, നമ്മുടെ ഡ്രൈനേജുകളൊന്നും ഈ മഴയ്ക്ക് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ല. കാരണം നമ്മൾ കുറേ മഴ ഉള്ള സ്ഥലമാണ്, വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഒരു മണിക്കൂറിൽ നമുക്ക് ഈ 10 മില്ലിമീറ്റർ 100 മില്ലിമീറ്റർ മഴ പെയ്താൽ തീർച്ചയായിട്ടും ആ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ജില്ലയിൽ, നമ്മുടെ സംസ്ഥാനത്ത് എവിടെയില്ല, ഇന്ത്യയിൽ തന്നെ എവിടെയും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ മഴ പെയ്താൽ എന്തായാലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടും. ഇതാണ് ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ക്രൈസിസ്. നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് കളമശ്ശേരിയിൽ ഏകദേശം 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്യുന്ന സാഹചര്യം ഈ 2024 നമ്മുടെ സീസണിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് മെയ് മാസത്തിലോ മറ്റുമാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായത്. ഒരു 60-70 മില്ലിമീറ്റർ മഴ നമുക്ക് ആ ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും ഈ വേനൽ മഴയോടൊപ്പം ലഭിക്കുന്ന മഴ പോലും പലപ്പോഴും നമുക്കൊരു മണിക്കൂറിൽ 30-40 മില്ലിമീറ്ററൊക്കെ മഴ പെയ്യുന്ന, അതിശക്തമായ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിൻ്റെ കൂടെ ശക്തമായ കാറ്റും കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു ലൊക്കാലിറ്റിയിൽ ഈ കാറ്റ് പലപ്പോഴും മരങ്ങളെല്ലാം കടപുഴകി വീണ് അത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വിൻഡ്, നമ്മൾ ഗസ്റ്റനാഡോ എന്നൊക്കെ വിളിക്കും. കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അത് കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല ആ പദപ്രയോഗം. മിന്നൽ ചുഴലി എന്നാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് നമ്മുടെ ശാസ്ത്ര സമൂഹം. അപ്പോൾ ആ മിന്നൽ ചുഴലിയായിട്ട് വളരെ ചെറിയ ലൊക്കാലിറ്റിയിൽ 1-2 കിലോമീറ്റർ മാത്രം വിസ്തൃതിയിൽ വന്ന് അങ്ങനെ ഒരു പുതിയ പ്രതിഭാസം കൂടിയുണ്ട്. അത് ചൂടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവിക്കുന്നതാണ്. പക്ഷേ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമല്ല. ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിനൊരു ഡെഫിനിഷനാണ്, നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ്. ഈ പെയ്യുന്ന മഴയുടെ തോതനുസരിച്ച് അത് മുൻകൂട്ടി പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഈ മഴയുടെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക,
ഓറഞ്ചും റെഡും അലർട്ട് ഉണ്ടാകുന്ന സമയത്ത് 24 മണിക്കൂറിൽ 200 മില്ലിമീറ്റർ മഴ ഉണ്ടാവുന്നതാണ് നമ്മൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഫോർകാസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ആ 200 മില്ലിമീറ്റർ എങ്ങനെയായിരിക്കും പെയ്യുക എന്നുള്ളത് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ നമ്മളോട് പറയുന്നില്ല. ഒരുപക്ഷെ അത് പെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഈ രീതിയിൽ പെയ്യുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം നമ്മളൊരു ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ദുരന്ത സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കത് വെള്ളക്കെട്ടുകളും പൊതുവെ വെള്ളക്കെട്ടുകളും മലവെള്ളപ്പാച്ചിലും ഉണ്ടാക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ ഈ മഴ, ഈ ഇൻറ്റൻസിറ്റിയിലുള്ള മഴ നമുക്ക് പെയ്യുന്നത് ഒരു ജൂലൈ ജൂൺ മാസത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുണ്ടാകും. കാരണം മണ്ണ് ഓൾറെഡി കുതിർന്നിരിക്കുമായിരിക്കും, ഒരുപാട് മഴ വന്ന് സാച്ചുറേറ്റഡ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഇത്രയും വലിയ ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ട്രിഗർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയ മേഘങ്ങളാണ് ഇത്തരത്തിലുള്ളത് ഉണ്ടാക്കുക. കാരണം ഈ കൂമ്പാര മേഘങ്ങൾ വലിയ വെർട്ടിക്കൽ ഹൈറ്റുള്ള മേഘങ്ങളാണ്. അപ്പോൾ ആ മേഘങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ പ്രദേശത്ത് രൂപം കൊള്ളുന്നു, അല്ലെങ്കിൽ നമ്മുടെ കടൽ മേഖലയിൽ രൂപം കൊള്ളുന്നു. അത് നമ്മുടെ വെസ്റ്റേൺ ഘട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വെസ്റ്റേൺ ഘട്ടിൻ്റെ ബൗണ്ടറി ഉണ്ട്, അത് കൂടുതലായിട്ട് മഴയായിട്ട് അവിടെ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് തടയാൻ കഴിയുന്ന കാര്യങ്ങളല്ല, അത് ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഒരുപക്ഷെ ചൂട് കൂടുന്നത് അതിനെ കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. അതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ആഴത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഏതായിരുന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യം, മുന്നറിയിപ്പുകൾ നോക്കുമ്പോൾ ഈ മുന്നറിയിപ്പിൽ മഴയുടെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കൂടി മനസ്സിലാക്കിയിട്ട് പെരുമാറുക എന്നുള്ളതാണ്. അല്ലാതെ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് വേറെ പ്രത്യേകമായിട്ട് എന്തോ സംഭവമാണെന്ന് കരുതിയിട്ടുള്ളൊരു ആശങ്കയും നമുക്ക് ആവശ്യമില്ല.